ശ്രീ ഗോപിനാഥ് മുതുകാട്, സ്വാഗതം താങ്കൾക്ക് ഈ ചർച്ചയിലേക്ക്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഊന്നിയാണ് എനിക്ക് താങ്കളോട് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ളത്. ജോർജ് ജോസഫ് സാർ ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കുട്ടികളെ പേടിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇനി 5ാം ക്ലാസ് തൊട്ടുള്ള തലമുറയെക്കുറിച്ച് മാത്രം ഇനി നമ്മൾ ഗവനിച്ചാൽ മതി, ബാക്കിയെല്ലാം നശിച്ചു പോയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വെറുതെ പറഞ്ഞതല്ല, കുറേ കാര്യകാരണങ്ങൾ അദ്ദേഹം നിരത്തി. രണ്ടാമത്തെ കാര്യം, ഇതെവിടെയെങ്കിലും ഉണ്ടോ കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും കാണുന്നതാണോ ഈ സംഭവങ്ങൾ എന്ന് അദ്ദേഹം ചോദിച്ചു. കേരളത്തെ മാത്രം ഗ്രസിച്ചിരിക്കുന്ന ഒരു മഹാവിപത്താണ് ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്ന അഭിപ്രായം താങ്കൾക്കുണ്ട്. ഇപ്പോൾ മാജിക്കിലൂടെയൊക്കെ പലതരത്തിലുള്ള ബോധവൽക്കരണ ശ്രമങ്ങളൊക്കെ താങ്കൾ ഇതിനു മുൻപ് പല വിഷയങ്ങളിലും നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഇനി അങ്ങോട്ട് ഫലം കാണാത്ത തരത്തിലേക്ക് ഉള്ള പ്രതിസന്ധിയാണോ ശ്രീ ഗോപിനാഥ് മുതുകാട് നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന അഹമ്മദാബാദിൽ നിന്നാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റില് പ്രോഗ്രാമുമായിട്ട് വന്നതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിന് ചേർത്ത് വെച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, ഞാനിപ്പോ ഓടിപ്പാഞ്ഞ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഒരു സമൂഹ ജീവി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. നോക്കൂ, ജോർജ് ജോസഫ് സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ കേട്ടു. തീർച്ചയായിട്ടും അതിനെല്ലാം ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇനി അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഈ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെ കുറെ മുമ്പ് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങണമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ പോലീസ് എക്സൈസിന്റെ ലഹരി വേട്ട കൃത്യമായിട്ട് കേരളത്തിൽ ഇപ്പൊ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതും ഇപ്പോഴല്ല, കുറെ മുമ്പ് നമ്മൾ തുടങ്ങേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. കാരണം ഇപ്പൊ നമ്മളൊരു വലിയ ആപത്തിൽ പെട്ടതിന് ശേഷം, ഈ ഒരു അവസ്ഥയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇനി ഈ കാര്യങ്ങൾ ഇനി പാസ്റ്റിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇനി ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഇപ്പോ ഇന്നലെ രാത്രി 12:30 മണിക്കാണ് ഇവിടെ ഞാൻ IIM വന്നത്. ഇവിടെ വന്ന സമയത്ത് ഇതൊരു വലിയ സ്ഥാപനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ പകൽ പോലെ എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഇവിടെ തുറസായി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പകൽ പോലെ തന്നെ പകൽ വെളിച്ചമുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഞാനൊരു കൗതുകത്തിന് അവിടെ എന്നെ കൊണ്ടുപോയ ആളുകളോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഈ രാത്രി സമയത്ത് ഈ കുട്ടികൾ ഇങ്ങനെ നടക്കുന്നത് ഇവിടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? അപ്പൊ അവർ പറഞ്ഞത്, ഇവിടുത്തെ ഫാക്കൽറ്റീസുമായിട്ട് ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചു. ഇവിടെ പറയുന്നത് ഇവിടെ ഇതുവരെ റാഗിങ്ങോ അങ്ങനത്തെ ഒരു സാധനം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് അവിടെ സ്മോക്ക് ചെയ്യുന്ന ഒരു കുട്ടിയെ പോലും കാണാൻ സാധിച്ചില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ കുട്ടികൾ ടോട്ടലി എൻഗേജ്ഡ് ആണ്. രാവിലെ 8:45 അവർക്ക് ക്ലാസ് റൂം തുടങ്ങും. കൃത്യസമയത്ത് ക്ലാസ്സിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ റൂം അടയ്ക്കും, വാതിലടയ്ക്കും. ഇന്ന് രാത്രി മുഴുവൻ അവർക്ക് കേസ് സ്റ്റഡീസ് ഉണ്ട്. രാവിലെ ആകുമ്പോഴേക്കും അത് പ്രസന്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളെ നമ്മൾ ആദ്യം ഇതിന്റെ ഒരു കാര്യം, ഇത് എല്ലാവരുടെയും കൂടി റെസ്പോൺസിബിലിറ്റി, അതിനകത്ത് പൊളിറ്റിക്സോ മറ്റുള്ള കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പോ നമ്മൾ സമൂഹം മുഴുവൻ എല്ലാ മേഖലയും ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു അപകടത്തിലേക്ക് പോകും. അതുമല്ല, ഇത് എപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരിക എന്നുള്ളൊരു ആശങ്ക നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. ഒന്ന്, ഇതിന്റെ ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും ഇതിന്റെ ആ ഒരു ഒത്തുചേരൽ എന്ന് പറയുന്നതും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറച്ചിൽ ഇല്ലാത്തൊരവസ്ഥ, അതായത് പാരന്റ്സും കുട്ടികളും തമ്മിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു വല്ലാത്ത ഗ്യാപ്പ് ഉണ്ട്. അതെല്ലാം തീർത്തെടുക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ എപ്പോഴും പറയാറുള്ളത്, സ്നേഹമുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ സ്നേഹം വളരുകയുള്ളൂ. നമ്മൾ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയത്തെങ്കിലും 1 മണിക്കൂറെങ്കിലും പാരന്റ്സും മക്കളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്ന ഒരു അന്തരീക്ഷം നമ്മളൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് തമാശ പറയുകയും പണ്ടുണ്ടായിരുന്ന ആ ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ, മനഃപൂർവ്വം നമ്മുടെ വീടുകളിൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരു ചോദ്യം അതാണ്. പിന്നെ ഇപ്പൊ ജോർജ് ജോസഫ് സാർ പറഞ്ഞ പോലെ തന്നെ നിയമത്തിന്റെ കടുത്ത ശക്തമായിട്ടുള്ള വരവ് നിർബന്ധമായിട്ട് നമുക്ക് വേണം. ആ നിയമം വളരെ കർക്കശമായിട്ട് നമ്മൾ കേരളത്തിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എവിടുന്നാണ് വരുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല, എവിടത്തേക്കാണ് പോകുന്നത് അറിയാൻ സാധിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് ഈ എന്താ പറയാ, കുട്ടികൾക്ക് ഇപ്പോ ഈ സഹിഷ്ണുത എന്ന് പറയുന്ന സാധനം, സഹനം എന്ന് പറയുന്ന സാധനം ഇല്ല അവർക്കിപ്പോ. നമ്മൾ ഇപ്പോ ഈ ഡിജിറ്റൽ മേഖലയിലേക്ക് വന്നതിന് ശേഷം
നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ ഈ തലമുറ മുഴുവൻ പിറന്നു വീണത് ഡിജിറ്റൽ ലോകത്തേക്കാണ്. അപ്പൊ അവരുടെ വിരൽത്തുമ്പിലെല്ലാം അവൈലബിൾ ആണ്. അവരൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാത്ത അത്രമാത്രം കാര്യങ്ങൾക്ക് അവർ അറിയാൻ സാധിക്കും. ഭക്ഷണം ഓർഡർ ചെയ്യണോ, ഒരു സെക്കൻഡ് കൊണ്ട്. പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ പോയിട്ട് ഒരു ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ 1, 2, 3 അല്ലെങ്കിൽ ഒരാഴ്ചയോ കാത്തിരിക്കേണ്ട, ഇഷ്ടമുള്ള ഒരു ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ കാത്തിരിക്കേണ്ട അവസ്ഥയുള്ളപ്പോ ഇന്ന് വിരൽത്തുമ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് അത് ഡോറിന് മുമ്പിലേക്ക് എത്തും. അപ്പൊ ഇവർക്കൊന്നും കാത്തിരിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. എവിടെയെങ്കിലും പോയിട്ട് ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഓൺലൈനിൽ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനുള്ള അവൈലബിലിറ്റി ഉണ്ട്. എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പിൽ തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഒന്നിനും കാത്തിരിക്കേണ്ടാത്തൊരവസ്ഥയിലേക്ക് അവരുടെ ബുദ്ധി അങ്ങനൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് അവർക്ക് ഒന്നിനും കാത്തിരിക്കേണ്ട കാര്യമില്ല. ചെറിയൊരു കാത്തിരിപ്പ് പോലും, അതായത് ഒരു എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനകത്ത് സ്വാഭാവികമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലുമുള്ള ആളുകളുടെ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ഇതിന് ആവശ്യമാണ്. ഇതുപോലെ തന്നെ ഈ ലഹരിയുടെ പ്രശ്നം മാത്രമല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. വീടുകളിൽ ഇപ്പോ പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. അപ്പോ നമുക്ക്, ഞാനടക്കമുള്ള പാരന്റ്സ്, നമ്മുടെ മക്കൾക്ക് മുമ്പിൽ ഒരു റോൾ മോഡലായിട്ട് നിൽക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്റെ മക്കളുടെ മുമ്പിൽ ഞാൻ മദ്യം കഴിക്കുന്ന രീതിയോ അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ നാളെ ചെറുത്ത് ചോദിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക്, ഓരോ വീട്ടിലും ഓരോ പാരന്റ്സും ചിന്തിക്കുക, ഇത് നാളെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ മക്കളും ഇതുപോലെ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിച്ച കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഭാവിയെ കുറിച്ചാണ്. ഭാവിയിൽ എന്താണ് നമ്മൾ സംഭവിക്കാൻ പോകുന്നത്? ഒരു വലിയ പ്രതിസന്ധിക്ക് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഈ 24 ചാനൽ നടത്തുന്നത് പോലെ തന്നെ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ ഇവിടെ അവസാനിപ്പിക്കരുത്. ഇത് നിരന്തരമായിട്ടുള്ള ചർച്ചകൾ, സമൂഹത്തിലുള്ള എല്ലാ മേഖലയിലുമുള്ള ആളുകൾ, അതിനകത്ത് ഞാൻ ഇപ്പൊ പറയുന്നത് ഈ സിനിമയിലൊക്കെ കാണുന്ന വയലൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. കാരണം അവരുടെ കാഴ്ചകളിൽ, അവരുടെ കേൾവികളിൽ, അവരറിയുന്ന കാര്യങ്ങളിൽ, അവർ കാണുന്ന കാര്യങ്ങളിൽ, ഇതൊക്കെ മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ടും അവരുടെ ബ്രെയിനിലേക്ക് അതിന്റെ ഇമേജസ് കടന്നുകൂടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇതിനകത്ത് മാറ്റിയെടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ശ്രീ ഗോപിനാഥ് മുതുകാട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഷാജിയൻ കരുൺ പറഞ്ഞത്, അതായത് ഈ വയലൻസിനെ ഉപയോഗിക്കുന്ന സിനിമകളെ ലഹരി ഉപയോഗിക്കുന്നതിന് സമമായി കണ്ട് അതിനെതിരെ നടപടി വേണമെന്ന്. എനിക്ക് തോന്നുന്നു താങ്കളെ പോലുള്ള ആളുകൾക്കൊക്കെ ഇതേ അഭിപ്രായം പങ്കുവെക്കുന്നവരായിരിക്കും താങ്കളെ പോലുള്ളവരും എന്ന് ഞാൻ കരുതുന്നു. അല്ല, ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാനൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ഞാനൊരു മജീഷ്യൻ ആണെങ്കിൽ എനിക്ക് സമൂഹത്തോട് വലിയ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു പരിപാടിയിലൂടെ ഞാൻ ഇത്തരം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ ചീത്ത ചിന്താഗതികളോ ഇത്തരം ക്രൈമുകളോ ഇതൊന്നും പ്രചരിപ്പിക്കുകയല്ല ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യേണ്ടത് ആളുകളോട് സംസാരിക്കുന്ന ഒരു വാക്കിലാണെങ്കിൽ പോലും, എന്റെ ഒരു പ്രോഗ്രാമിലാണെങ്കിൽ പോലും ഒരു നന്മയുടെ സന്ദേശം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കാണുന്ന ആളുകളുടെ മനസ്സിലേക്ക് അത് പതിയും. അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഈ താരങ്ങളെയൊക്കെ ആളുകൾ റോൾ മോഡലായിട്ട് സ്വീകരിക്കുകയും അവരുടെ രീതിയിലേക്ക് മാറുകയും അവരുടെ വേഷം ധരിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അവരൊക്കെ സ്വാഭാവികമായിട്ടും ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ആ ആർട്ടിസ്റ്റിന് സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ കുട്ടികളാണ്. ആ കുഞ്ഞുങ്ങള് ഈ ഒരു ഇളം പ്രായത്തിൽ തന്നെ, ഇപ്പൊ ജോർജ് ജോസഫ് സാർ പറഞ്ഞ പോലെ തന്നെ, ഇളം പ്രായത്തിൽ തന്നെ ഒരു 15 വയസ്സിനോ അല്ലെങ്കിൽ ആ പ്രായത്തിന് മുമ്പ് തന്നെ അവർ വേറെ തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇനിയുള്ള ഒരു കാലത്ത് എല്ലാവരുടെയും ഉത്തരവാദിത്തമായിട്ട്, അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, നിയമവ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ്, സമൂഹ ജീവികളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. അതിലൊക്കെ അപ്പുറം വീടുകളിലുള്ള മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ തുടങ്ങേണ്ടത് അവിടെയാണ്. തുറന്ന പറച്ചിലുകൾ, വർത്തമാനം പറയലുകൾ, അവര് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുന്നതോ ഏറ്റവും കൂടുതൽ ആർക്കാണ് അറിയാൻ സാധിക്കുക? അച്ഛനും അമ്മയ്ക്കുമാണ് അറിയാൻ സാധിക്കുക. അവരുടെ സ്വഭാവത്തിൽ വരുന്ന വൈകൃതങ്ങൾ, അവരുടെ സ്വഭാവത്തിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഇത് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത് പാരന്റ്സിന് തന്നെയാണ്. അപ്പൊ അവിടെ ഇത്തരം കാര്യങ്ങളിലുള്ള തുറന്ന പറച്ചിലുകളും ചേർത്ത് പിടിക്കലുകളും, അവർക്ക് കൊടുക്കേണ്ട സ്നേഹം, ആ സ്നേഹം അന്വേഷിച്ചുകൊണ്ട് മറ്റു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അപകടമാണ്. ശരി, ആ ഒരു രീതിക്ക് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.